ഇന്നത്തോടെ നമ്മുടെ ലൈഫ് മാറാൻ പോവാ. എന്തു മാറ്റം? ഇത്രയും കാലം പോയതുപോലെ അങ്ങ് പോകും. നിന്റെ കരുനാക്കുളച്ചൊന്നും പറയല്ലേ. ആ അഡ്മിഷൻ സമയത്ത് കോളേജിൽ എന്തോരം കണ്ടാന്നറിയോ? ആ കോളേജ് അങ്കണത്തിൽ കിടന്ന് അറമാദിക്കണം എനിക്ക്. അർമാദിക്കാനും അഴിഞ്ഞാടാനും ഒക്കെ ഇഷ്ടം പോലെ ടൈം ഉണ്ട് ഇനി. മനസ്സിലായ? ഇന്ന് നമ്മുടെ ഫസ്റ്റ് ഡേ ആണ്. അടങ്ങി ഒതുങ്ങി നടന്ന റാഗിങ്ങിന്ന് രക്ഷപ്പെടാം. ഞാൻ ആരെ റാഗി ഇടുന്ന വിചാരിച്ചോണ്ടിരിക്കുക. അപ്പഴൊരു കുറഞ്ഞ ഡയലോഗ്. നിന്റെ വാചകടി ഒന്ന് നിർത്തടാ. പടച്ചോനെ കാത്തോണേ, ഒരു പൊളി പൊളിക്കും നീ. നിർത്ത്. ഈ പാട്ട വണ്ടിയിലെ വന്നറിഞ്ഞാലേ ഒറ്റ പെണ്ണുങ്ങൾ തിരിഞ്ഞു നോക്കൂല. അതെ, ആരും നിർബന്ധിച്ചില്ലല്ലോ ഇതിൽ കയറാൻ. വൈകുന്നേരം ആവുമ്പോ ഇങ്ങോട്ട് വാ, നിന്റെ അവസാനം കയറ്റി വെക്കാം. എന്താളിയത്? നീ വണ്ടി അവിടെ കൊണ്ടിട്ട് വാ. പാർക്ക് ചെയ്തിട്ട് വാന്ന്. അതെ, ആ സീനിയേഴ്സിന് മുമ്പിലും പെട്ടേക്കല്ലേട്ടാ. എപ്പോഴും ഞാൻ ഉണ്ടാവല്ലോ രക്ഷപ്പെടുത്താൻ. അതെ, ബാറിൽ വർക്ക് ചെയ്യുന്ന നമ്മുടെ രായപ്പന്റെ മോളല്ലേ? തറവാട്ടി പറഞ്ഞ പെൺകുട്ടിയായിരുന്നു. സ്കൂൾ ആനിവേഴ്സറിക്ക് ഞാൻ കളിച്ച ഡാൻസിന്റെ അതേ പാട്ട്. ഏതെങ്കിലും പ്രോഗ്രാമിന്റെ റിഹേഴ്സൽ ആയിരിക്കും. ഒന്ന് സഹായിച്ചേക്കാം. എന്റെ നാഗവല്ലി രാമനാഥൻ വരുന്നടി. തോം 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 മവരിക പുതിയ മുഖ, ഇനിയൊരു പുതിയ മുഖ, പുതിയ മുഖ, ഓ ഇനിയൊരു പുതിയ മുഖ. നേതാവേ, നീ യൂത്ത് പിന്നെ മീറ്റിംഗ് ഉള്ളോ? നമുക്ക് അങ്ങോട്ട് പോയാലോ? ശരിയാണല്ലോ. നീ പാട്ട് മുഴുവൻ ഇവിടുന്ന് പാടിയിട്ട് പോയാ മതി. കേട്ടടാ, പുതിയ മുഖ അവനെ മുഴുവൻ പാടിപ്പിച്ചിട്ട് വിട്ടാ മതി. ഇനിയൊരു പുതിയ മുഖ, പുതിയ മുഖ, ഇനിയൊരു പുതിയ മുഖ, കടുവ ചാക്കോ, പുതിയ മുഖ. സംഭവം ഏത് പാട്ടാടാ നീ പാടിയത്? പുതിയ മുഖം. ഈ സൈസ് പാട്ട് ഇനി പാടിയാല് അടിച്ച് നിന്റെ പുതിയ മുഖം ഞാൻ ഞെടുക്കും. മനസ്സിലായടാ? എന്റെ സ്പീച്ച് ഓഡിറ്റോറിയത്തിലുണ്ട്, അങ്ങോട്ട് വാ. ചേട്ടാ, ചേട്ടന്റെ പാട്ട് എനിക്ക് ഇഷ്ടായി. ചേട്ടന് പോടി പിച്ചക്കാരി. നീ ഇതെവിടെയായിരുന്നു? ഒന്നും പറയണ്ടളിയാ. വരുന്നൊഴികെ ഒരു ജൂനിയർ പയ്യനെ കുറെ സീനിയേഴ്സ് കൂടിയിട്ട് റാഗി ചെയ്യുന്നു. പിന്നൊന്നും നോക്കിയില്ല. 2 മിനിറ്റ് എന്ത് ഫൈറ്റ്. പുതിയ മുഖം, ഇനിയൊരു പുതിയ ഇത് പൊന്നൂസല്ല. അതെ, എടാ നമ്മൾ കണ്ടില്ലടാ അന്ന് അഡ്മിഷൻ സമയത്ത്. ഇവന്റെ കൂട്ടുകാരനാന്ന് ഒഴിച്ചാൽ വേറെ ചീത്ത പേരൊന്നും എനിക്കില്ല. ഇഞ്ചി, പച്ചമുളക്, കറിവേപ്പില ഇതെല്ലാം നല്ല പരുവത്തിൽ അരച്ച് ചെറിയ ചൂടിൽ വേവിക്കണം. എന്നിട്ട് തേങ്ങാപ്പാൽ ഒഴിച്ച് നിങ്ങൾ അവിടെ പോയി അന്വേഷിച്ചു, ഞാൻ ഇവിടെ പോയി അന്വേഷിച്ചോളാം. മനസ്സിലായോ? അപ്പോഴേക്കും ഒഴിച്ചാ മതി. അങ്ങനെ ചെയ്താ മതി, ശരിയാവും. എക്സ്ക്യൂസ് മീ, അതെ ഞാനൊരു ഫ്രഷറാണ്. ഈ ആദ്യത്തെ ദിവസം സ്പീച്ച് ചെയ്യുന്ന സ്ഥലം എവിടെയാ? അത് ഓഡിറ്റോറിയത്തിലാ, അതുവഴി പോയാ മതി. ആ എടി ഞാൻ വെക്കുവാ. ബൈ ദ വേ, എന്താ ചേച്ചിയുടെ പേര്? ഷക്കീല. എന്താ ഇയാളുടെ പേര്? എന്നെ മനസ്സിലായില്ലേ? ഞാൻ ചെയ്തവൻ. ഇയാളെ വെച്ച് എന്തോ ഒരു സിനിമ സംവിധാനം ചെയ്തേക്കണു. ഓക്കേ, നോക്കി നടക്ക് ബൈ. ഇവനേതൊരു പോലീസുകാരനെ അളിയാ, ഓഡിറ്റോറിയം കണ്ടുപിടിച്ച്. എവിടെയാണ്? അവിടെ. അതെ അല്ലേ? എടാ, ആ ഷാനവാസ് അല്ലേ തടിയൻ, നമ്മുടെ വാച്ചാ. വാ, അവൻ്റെ അടുത്ത് പോയിരിക്കാം, എന്തേലും തിന്നാൻ കിട്ടും. വാ.
അവിടെ ഇരി. ആ കടലൊക്കെ തന്നെ ഇരുന്ന് തിന്ന്. ഹായ്, ഞാൻ ഡെന്നിസ്. ആ ഇതെങ്ങോട്ടേ നോക്കണത്? പടച്ചോനെ ഉഴുന്നുവടാ. ഡെന്നിസ് അങ്ങോട്ട് നോക്കി, നേരെ അങ്ങോട്ട് നോക്കടാ, ആ മൂലക്കിലേക്ക്. കൊള്ളാല്ലേ? കൊള്ളാം. ഉഗ്രം പീസുകളാ. നിനക്കതിലേതാ ഇഷ്ടപ്പെട്ടെ? എനിക്ക് ആ ക്രീം. എനിക്ക് ഗ്രീൻ. പോടാ. ഡാ, കിട്ടോ? നമുക്ക് ശ്രമിക്കാന്നേ. കിട്ടിയാ ഞാനും മിഴുങ്ങും. ഉഫ്, എന്റെ പൊന്നാ. പോയടാ. കണ്ടില്ലേ അത്? നിങ്ങക്ക് കൊതി വരുന്നുണ്ടോടാ? അപ്പൊ ഇത്രയും നേരം ഈ പടയുടെ കാര്യമാണോ നീ പറഞ്ഞോണ്ടിരുന്നത്? ഇത്രയും പറഞ്ഞുകൊണ്ട് ഞാൻ എന്റെ വാക്കുകൾ ഉപസംഹരിക്കുന്നു. ഫാദർ ചെറിയാൻ താടിക്കാടനെ സംസാരിക്കാൻ ഞാൻ ബഹുമാനപൂർവ്വം ക്ഷണിക്കുന്നു. എന്റെ പ്രിയപ്പെട്ട കുട്ടികളെ, ഫാദർ ചെറിയാൻ താടിക്കാരെന്ന് കേൾക്കുമ്പോ പേര് സൂചിപ്പിക്കുന്ന പോലെ ഒരു ചെറിയ താടി വെച്ച കാടനാണെന്ന് നിങ്ങൾക്ക് തോന്നിയേക്കാം. എന്നാ അങ്ങനെയൊന്നല്ലാട്ടോ. കൊള്ളാലോ. ഈ ക്യാമ്പസിലേക്ക് കയറി വരുമ്പോൾ ആദ്യം നിങ്ങൾ ആകർഷിക്കപ്പെടുന്ന കാര്യങ്ങളാണ് രാഷ്ട്രീയവും പ്രണയവും. രാഷ്ട്രീയം വേണം ഒഴിവാക്കാം, പക്ഷെ പ്രാഥമികമായി നിങ്ങൾ പഠിക്കുവാൻ വന്നതാണെന്ന ബോധ്യം ഒരിക്കലും കൈവിടരുത്. ഞാനും നിങ്ങളെപ്പോലെ ഇങ്ങനെ ഇവിടെ ആകാംക്ഷയോടെ വന്നിരുന്നിട്ടുണ്ട്. അന്ന് എന്റെ സ്ഥാനത്ത് ഇവിടെ മറ്റൊരാളായിരുന്നു. എനിക്ക് ആരായിത്തീരണം, ഈ ലോകത്തിൽ എന്തൊക്കെ ചെയ്യണം എന്നൊക്കെ ചിന്തിക്കാനുള്ള സ്വാതന്ത്ര്യം ഈ ക്യാമ്പസ് എനിക്ക്. പ്രണയം എന്ന് പറയുന്നത് ഒരു പ്രളയ പ്രവാഹമാണ്. അതിനെ ചിറകെട്ടി നിർത്താൻ ആർക്കും പറ്റില്ല. നീ അവളെ വളച്ചോടാ. ചൈൽഡ്ഹുഡ് ഫ്രണ്ടാ. ഇതൊരുമാതിരി ഫുഡായി പോയി. തടിയുള്ളവന്മാർ അല്ലെങ്കിലും പെണ്ണുങ്ങൾക്ക് ഭയങ്കര കാര്യ. ഓമനത്തല്ലേ, ഓമനത്തോ. ഹായ്. ഇൻട്രസ്റ്റിംഗ്. ടെൽ മി ഡെന്നിസ്, ആൻ അത്രയ്ക്ക് സുന്ദരിയാണോ? ഒറ്റ നോട്ടത്തിൽ ചിലപ്പോൾ തന്നെ പോലെ ഇരിക്കും. റിയലി? ബാക്കി സ്റ്റോറി ഞാനൊന്ന് ഗസ് ചെയ്യട്ടെ. ഡെന്നിസും ആനും പ്രണയിക്കുന്നു. എല്ലാ പ്രണയകഥകളും ഒരേപോലെ തോന്നാമെങ്കിലും ഓരോന്നിനും അതിൻ്റെതായ തനിമയുണ്ടായിരിക്കും. എടാ എന്താടാ? പോയി ഇരുന്നില്ലടാ. ഡാ, ഈ പെൺപിള്ളേരെ മുമ്പിൽ നീ എന്നെ കളിയാക്കല്ലേ? ഡാ, നിനക്കറിയാലോ ഫസിയ എന്റെ നല്ലൊരു സുഹൃത്താ. നിന്റെ ഈ പ്രേമം ഞാൻ കൊളാക്കേ. എന്താടാ ഇങ്ങനെ? എന്ത് ചേട്ടാ, 2 പരിപ്പോളം എടുത്തേ. അതെ, എന്താടാ? പരിപ്പോളം കഴിച്ചിട്ട് മറ്റേ പ്രശ്നം ഉണ്ടാക്കരുതട്ടോ. ഇല്ലടാ, ഞാൻ ഗ്യാസിന്റെ ഉള്ളിൽ കഴിച്ചടാ. ആണല്ലേ? മറ്റത് ഭയങ്കര അലമ്പാണത്. ആണോ? അയ്യേ, എന്തൊരു കെട്ടെന്ന് ആറ്റാന്നറിയോ? ഇത് 2 ഉള്ളൂ. ഇത് 2 ഉള്ളൂ. ഹായ് ഫസിയ. ഹായ്. ക്യാൻറ്റീനിലേക്കല്ലേ? ആ അതെ. അവര് ഭയങ്കര സെറ്റപ്പാണല്ലോ. ഭയങ്കര സെറ്റപ്പ്. ഇതാ വരുന്നുണ്ട് മറ്റേ ഫസിയ. നീ അങ്ങോട്ട് നോക്കി വിളിക്കേ. കുറേ പൂത്ത കാശ, ഒറ്റ മോളും കെട്ടിയ പണിയെടുക്കാണ് ജീവിക്കാൻ മോനെ. ഹായ്, ഞാൻ തിരിഞ്ഞു വന്നു. നമസ്കാരമുണ്ട്. അതെന്റെ ഉണ്ട്. ഓ, സമാധാനായിട്ട്. ചായ അല്ലേ? അതെ ചേട്ടാ, 2 ചായ. 2 ലഡു.
എങ്ങനെയുണ്ട് ക്ലാസ് ഒക്കെ? കുഴപ്പമില്ല. ഫസിയ, ഇതെന്റെ ഒരു ഫ്രണ്ടാ. ഹായ്. അശ്വിൻ. ഫസിയ. ഇന്നലെ വീട്ടിൽ വരാന്ന് പറഞ്ഞിട്ട് എന്താ വരാതിരുന്നേ? ഇന്ന് വരാം. വരണം. ബൈ. ബൈ. ബോയ് ഫ്രണ്ട് ആണോടി? കൂടി. അവൻ ജനിച്ചപ്പോഴേ ഉള്ളതാണോ? അറിഞ്ഞൂടാ. ഓ, ഇങ്ങനൊരു മണ്ടി. ഇവനെവിടെ പോണു? ഹായ്. ഹായ്. കയ്യോ? കയ്യല്ല, പിന്നെ ഇച്ചിരി വെള്ളം കുടിച്ചോട്ടെ? കുടിച്ചോ. ലവ് യു. എന്ത്? കുഴപ്പമില്ല. എന്താണോ? നീ എന്നെ കൂന്നോ മാന്നോ എന്തുവേണേലും വിളിച്ചു. എടാ പറയടാ. എടാ എന്നാലും അവള് എനിക്ക് ഗ്ലാമർ ഇല്ലടാ, ഞാൻ സ്മാർട്ട് ഇല്ലല്ലയാ. ഇച്ചിരി കഷണ്ടി ഉണ്ടെന്നുള്ളൊരു കുഴപ്പം മാത്രമല്ലേ ഉള്ളൂ. അത് നമ്മുടെ ഫാത്ത് ഫാസിനല്ലേ കഷണ്ടി. അവക്ക് എന്നെ പ്രേമിച്ചാടാ. സത്യം പറഞ്ഞ എനിക്ക് ഭ്രാന്ത് പിടിക്കുകളെ. എനിക്ക് ഭ്രാന്ത് പിടിക്കും. ആ പെൺകുട്ടി പണക്കാരിയാന്ന് അറിഞ്ഞപ്പോളെ മുഖത്ത് ചിരിയും തേച്ച് പിടിപ്പിച്ച ഒരു ഓഞ്ഞ ഡയലോഗ്. ഇതെന്റെ ട്രാജഡി ട്രീറ്റാ. നിങ്ങളെല്ലാരും എനിക്ക് വേണ്ടി സംസാരിക്കണം, മനസ്സിലായോ? ഇരിക്കണോടാ. വെള്ളം അടിച്ചെനിക്ക് കരയണം. എനിക്ക് കരയാനുള്ള ഭാഷ പോലും ഇല്ലല്ലേ. 4 പൊറോട്ട 2 ബീഫ് ഫ്രൈ. നീ ഇങ്ങനെ തന്നെ മുന്നോട്ട് പോകണം. ഒരു ടെൻഷൻ ഇല്ല. വെല്ലവന്റെ ചെലവിൽ തിന്നു മുടിച്ച് ഞാൻ തിന്നും മുടിക്കും നിന്റെ ചെലവില്. ഹലോ, നീ അധികം ചിരിക്കണ്ട. അടുത്ത ട്രാജഡി ട്രീറ്റ് ഇന്ത്യ. ഇപ്പൊ അശ്വൻ ആന്റെ അടുത്ത് എത്തിയിട്ടുണ്ടാവും. വൈകുന്നേരം വീട്ടിൽ ചെല്ലാന്നല്ലേ പറഞ്ഞത്. ഇപ്പൊ അവിടെ എന്തായിരിക്കും? സത്യം പറയാലോ അളിയാ, അശ്വിൻ പുലിയാ. പുലിയല്ല, എലിയാണ്. എലി. ആ എലി ഞാൻ കൊല്ലും, വിഷം വെച്ച് കൊല്ലും. ആളെയും വിഷമിക്കണ്ട.